ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നലെ ഷോർട്സിൽ ഫിനാൻഷ്യലല്ലേ മണി ബ്ലോക്കേജിൻ്റെ ഗൈഡൻസാണ് ഇട്ടതല്ലേ. ഇന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് മണി ബ്ലോക്കേജ് വന്നു എന്നറിയണ്ടേ? അത് നമുക്കപ്പോൾ ഇന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കാം. ഞാനൊരു 3 കാർഡ് സ്പ്രെഡ് എടുക്കാം. അതിൽ നമുക്കറിയാം ഫിനാൻഷ്യലി ബ്ലോക്കേജസ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വന്നത്, എവിടെയാണ് പാളിച്ച പറ്റിയത് എന്ന് നമുക്ക് ടാരോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുക, മൈൻഡ് കാമായിട്ട് വയ്ക്കാം. ആൻഡ് ടേക്ക് ഡീപ് ബ്രെത്ത്. ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്തുകൊണ്ടാണ് എനിക്ക് മണി ബ്ലോക്കേജ് വന്നത് യൂണിവേഴ്സ് എന്ന് ചോദിക്കുക. കറക്റ്റ് റീഡിങ് എടുത്തുതരാൻ പറയാം. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ എനർജി ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രേ ചെയ്തോളൂ കേട്ടോ യൂണിവേഴ്സിനോട് നല്ല റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട്. എനർജി ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രേ ചെയ്തോളൂ കേട്ടോ. നമുക്ക് ഷഫിൾ ചെയ്യാം. നിങ്ങളുടെ കാർഡ് വന്നത് ഇങ്ങനെയാണ്. 8 ഓഫ് കപ്പ്, ക്യൂൻ ഓഫ് കപ്പ്, പിന്നെ ഇത് ഇങ്ങനെയാണ് വന്നത്. 10 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സിലാണ് വന്നത് അല്ലേ. ഇങ്ങനെയാണ് വന്നത്. 10 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സിലാണ് വന്നത്. അപ്പോൾ ഈ 3 കാർഡും ഈ കപ്പ് സൂചിപ്പിക്കുന്നത് വികാരത്തെയാണ്, നിങ്ങളുടെ ഇമോഷൻസിനെ. അപ്പോൾ കപ്പ് വികാരം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചിന്തിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു എന്താ പറയുക, വികാരത്തെ അടിച്ചമർത്തിയ ഒരു ലേഡിയുടെ എനർജിയാണ് ക്യൂൻ ഓഫ് കപ്പ്. അപ്പോൾ അതായത് നിങ്ങൾക്ക് 10 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് വന്നത്, ഇത് നമ്മൾ പറയുന്നത് കുടുംബപരമായ എന്തെങ്കിലും സ്വത്ത് തർക്കങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതായ അവകാശം കിട്ടാണ്ട് വരിക എന്നൊക്കെ പറയില്ലേ. നിങ്ങൾക്ക് അർഹതപ്പെട്ട മുതൽ അല്ലെങ്കിൽ അർഹതപ്പെട്ട സ്വത്ത് നിങ്ങളുടെ കയ്യിൽ, സ്വത്തായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടാതെ വരുന്ന ഒരു എനർജിയിലാണ് 10 ഓഫ് പെൻറ്റക്കിൾ വരുന്നത്. അപ്പോൾ പെൻറ്റക്കിൾ എന്ന് പറഞ്ഞത് മണിയാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നു, മണി കാർഡ് തന്നെ വന്നു, 10 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ നിങ്ങളതിനു വേണ്ടി കുറേ പോരാട്ടം നടത്തിയിട്ടുണ്ട്, കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട്, കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എവിടെയോ നിങ്ങളെ ആരൊക്കെയോ അത് ബ്ലോക്ക് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. ഇത് പൂർവിക സംബന്ധമായ സ്വത്താണെന്നാണ് ഇതിൽ കാണിക്കുന്നത്. എനിക്കറിയില്ല കേട്ടോ, നിങ്ങളുടെ എനർജി അതിലേക്ക് കൂടിയാണോ പോകണമെന്ന് എനിക്കറിയില്ല. പൂർവികമായ സ്വത്ത് അല്ലെങ്കിൽ കുടുംബപരമായ സ്വത്ത്, അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ച് കൈക്കലാക്കാന്നൊക്കെ പറയില്ലേ. അപ്പോൾ എവിടെയോ നിങ്ങളുടെ മണി ബ്ലോക്കേജസ് വന്നിട്ടുണ്ട്. സ്വത്ത് തർക്കത്തിൽ നിങ്ങൾ പെട്ടിട്ട് നിങ്ങളുടെ മണി ബ്ലോക്കേജസ് ഇതിൽ കാണിക്കുന്നില്ല. മേ ബി നിങ്ങൾ കേസസൊക്കെ കൊടുത്തിട്ട് ഒരു കോർട്ടിൻ്റെ ഇതിലൊക്കെ പോയി നടക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചീറ്റ് ചെയ്യപ്പെട്ട് എന്താ പറയണേ, മറ്റുള്ളവരെ വിശ്വസിച്ച് ചീറ്റ് ചെയ്യപ്പെട്ട എനർജി ആയിരിക്കാം. അത് മേ ബി കുടുംബക്കാർ തന്നെ ആയിരിക്കണം. ഇതൊരു പൂർവിക കാലമായതുകൊണ്ട് പൂർവിക ബന്ധങ്ങളുടെ അല്ലെന്നുണ്ടെങ്കിൽ പൂർവിക സ്വത്തായതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ കയ്യിൽ ബ്ലോക്കേജ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി അത് കുടുംബക്കാർ തന്നെ ആയിരിക്കാം, നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, നിങ്ങളുടെ ബന്ധങ്ങളിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊരു പൂർവികമായ സ്വത്ത് എവിടെയോ നിങ്ങളെ തടയപ്പെട്ടിട്ടുണ്ട്. അതിന് എല്ലാം നിങ്ങൾ സഹിച്ച്, അതെല്ലാം ഈ ചതിക്കപ്പെട്ട, ഈ തട്ടിയെടുക്കപ്പെട്ട എനർജിയൊക്കെ നിങ്ങൾ അതൊക്കെ മറന്ന്, അതെല്ലാം ആ വികാരങ്ങളെയെല്ലാം, നിങ്ങളുടെ കയ്യിലുള്ള സ്വത്തൊക്കെ നഷ്ടപ്പെട്ടിട്ടും നിങ്ങൾ അതിലൊന്നും തളരാതെ മുന്നോട്ട് പോയ ഈ കപ്പ്, ഇത് നോക്കൂ, ഇത് കപ്പ് അടഞ്ഞിരിക്കുകയാണ്. കപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ വികാരമാണ്. അപ്പോൾ ആ വികാരത്തെ നിങ്ങൾ അടച്ചു വച്ചിരിക്കുകയാണ്. നിങ്ങൾക്കൊരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ എങ്ങോട്ടും ഫെഡപ്പ് ചെയ്യാന്ന് പറയില്ലേ, മതിയായി, കിട്ടിയ തിരിച്ചറിവുകളെല്ലാം നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ വികാരത്തെ നിങ്ങൾ അടച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേ തിരിച്ചറിവ് കിട്ടി. നിങ്ങൾ വിശ്വസിച്ചിരുന്നവരിൽ തന്നെ നിങ്ങൾക്ക് ചതി കിട്ടി. നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ ധനം, അതെല്ലാം ബ്ലോക്കേജ് ആക്കി. നിങ്ങൾ കഥ പറയില്ലേ,
ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്ന അതേപോലത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരോട് നിങ്ങൾക്ക് ആത്മാർത്ഥത കാണിക്കാൻ തോന്നില്ല. ഉള്ളിലൊരു ഭയം, ഒരു ചൂടുവെള്ളത്തിൽ വീണത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ വെള്ളം കണ്ടാലും അത് ചൂടുവെള്ളം തന്നെയാണോ, അത് ശരിയാകുമോ, അവർ വീണ്ടും കുഴി ചാടിക്കുമോ എന്നുള്ളൊരു എനർജി, അതാണ് ഇത്. അപ്പോൾ കപ്പ് അടഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വികാരത്തെ, നിങ്ങളുടെ ഇമോഷൻസിനെല്ലാം നിങ്ങൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കൊരു തിരിച്ചറിവ് കിട്ടി പലരിൽ നിന്നും, കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ആയിക്കോട്ടെ, ഫ്രണ്ട്സിൽ നിന്നായിക്കോട്ടെ, നിങ്ങൾ ഏറെ വിശ്വസിച്ച പേഴ്സൺസിൽ നിന്നായിക്കോട്ടെ, എല്ലായിടത്തു നിന്നും ഒരു തിരിച്ചടി നിങ്ങൾക്ക് മണിയിൽ വന്നിട്ടുണ്ട്. ഒരു ചതിക്കപ്പെട്ട ഒരു എനർജി, നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്വത്ത് അല്ലെങ്കിൽ പണം, ധനം എല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ വേറെ ആരൊക്കെയോ കവർന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു നിങ്ങൾക്ക് തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം കിട്ടിയത് 8 ഓഫ് കപ്പാണ്. 8 ഓഫ് കപ്പ് എന്ന് പറയുന്നത്, ഞാൻ ഇത് നോക്കാം, ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു മൂണുണ്ട്. എന്ന് പറഞ്ഞാൽ മനസ്സാണ്. അപ്പം മനസ്സാകെ സങ്കടപ്പെട്ട് ഈ തിരിച്ചറിവെന്നൊക്കെ ഒരു പാഠം ഉൾക്കൊള്ളുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ മനസ്സ് ദുഃഖത്തിലാവും. കാരണം നമ്മൾ ഇത്ര നാളും കണ്ട മുഖങ്ങളല്ലല്ലോ ഇപ്പോൾ കാണുന്നത്, തിരിച്ചറിയുന്നത് എന്നൊക്കെ ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ മനസ്സ് വേദനിക്കും. ആ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ഈ വ്യക്തി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് വേറൊരു തീരം തേടി പോവാണ്, വേറൊരു ഹോപ്പിലേക്ക്. ആ നിന്നിരുന്ന സിറ്റുവേഷനിൽ നിന്ന് എല്ലാത്തെയും അവിടെ വിട്ടിട്ട് അദ്ദേഹം വേറൊരു തീരത്തേക്ക് പോവുകയാണ്. എങ്ങോട്ടൊന്നില്ലാണ്ട് നടക്കാമെന്ന് പറയില്ലേ, ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇരിക്കുന്ന കപ്പുകളാണ് നോക്കുക. വികാരമൊക്കെ ഇദ്ദേഹത്തിനുണ്ട്, ഇദ്ദേഹത്തിനുള്ളിൽ ഫീലിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അദ്ദേഹം ഇതെല്ലാം മൂടി വച്ചിട്ട് വേറൊരു തീരം തേടി പോവുകയാണ്. അതായത് ലൈഫിൽ നിന്ന് കിട്ടിയ തിരിച്ചറിവുകളെല്ലാം ഉൾക്കൊണ്ട്, തിരിച്ചറിവ് കിട്ടി, അതിൻ്റെ സത്യമെല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഇതെല്ലാം മതിയാക്കിയിട്ട് വേറൊരു മറുതീരം തേടി, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ വേറൊരു ജോലിയിലേക്ക്, എന്തോ ആയിക്കോട്ടെ, വേറൊരു നിന്നിരുന്ന സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറയില്ലേ, അതാണ്, ആ ഒരു എനർജിയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി കാർഡ് ടാരോ പറഞ്ഞത്. ഇത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കാർഡ് നിങ്ങളുടെ എനർജി വെച്ചിട്ട് എടുത്തപ്പോൾ കിട്ടിയ കാർഡാണ്. റെസണേറ്റ് ആവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ക്രൈസിസിൽ കൂടി തന്നെ നിങ്ങൾ പോയിട്ടുണ്ടോ? നിങ്ങളുടെ മണി ബ്ലോക്കേജ് ഇവിടെ വന്നിട്ടുണ്ടോ? സ്വത്ത് തർക്കത്തിലൊക്കെ നിങ്ങളുടെ എന്തെങ്കിലും ധനം, സ്വത്ത് തർക്കമല്ല, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ, ഇപ്പോൾ ഒരു ബിസിനസ്സിലാണെങ്കിലും അതിലൊക്കെ നിങ്ങളുടെ മണി ബ്ലോക്കായിട്ട് നിൽക്കുക. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത മണി എവിടേക്കൊക്കെയോ ബ്ലോക്ക് ചെയ്ത് നിന്നിട്ടുണ്ട്, ആരൊക്കെയോ നിങ്ങളെ ബ്ലോക്ക് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് മണി ബ്ലോക്കേജും മണി ലോസും വന്നിട്ടുണ്ട്. ആ ഒരു എനർജി കാർഡാണ് വരുന്നത്. ഇത് 10 ഓഫ് പെൻറ്റക്കിൾ റിവേഴ്സ് വന്നതുകൊണ്ട് ഇതൊരു പൂർവിക സ്വത്താവാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ ഇത് കാർഡ്, ഇതാണ് ടാരോ പറയണേ. ഇത് റെസണേറ്റ് ആണെങ്കിൽ ഒന്ന് ക്ലെയിം ചെയ്യണേ. ഇതും കടന്നു പോകും ഓട്ടോ കേട്ടോ. വേറെ ഇപ്പുറത്തൊരു ഇതിലേക്ക് തന്നെ ഹോപ്പാണ്, വികാരം ഇതെല്ലാം നമുക്ക് ഹോപ്പുണ്ട്. അവിടെ കപ്പായതുകൊണ്ട് അവിടെ ഒരു ഹോപ്പുണ്ട്. പക്ഷേ ഇത് മനസ്സ് മടുത്ത വ്യക്തിയായ കാരണം ഇനി കടന്ന് വീണ ചതിക്കുഴികളിൽ നിന്നൊക്കെ അദ്ദേഹം പാഠം പഠിച്ചിട്ടുണ്ട്. മനസ്സിലായോ? താഴെ വീണ അദ്ദേഹം തളർന്ന് അവശനായി എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിലല്ല. അദ്ദേഹം ഒരു ഊന്നുവഴിയുടെ സഹായത്തോടുകൂടി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അതൊരു പോസിറ്റീവ് സൈനാണ്. തളർന്ന് നിങ്ങൾ വീഴില്ല. ഒരു ചെറിയൊരു കച്ചിത്തുരുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് പിടിച്ച് നിങ്ങളുടെ ലൈഫ് ബിഗിൻ ചെയ്യും. ആ ഒരു എനർജി കാർഡാണ്. അപ്പോൾ പോസിറ്റീവ് കാർഡാണ്, കുഴപ്പമില്ല, പോസിറ്റീവ് കാർഡാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളുടെ മണി ബ്ലോക്കേജ് എല്ലാം മാറട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ തിരിച്ചറിവുകൾ നമുക്കെന്നും ഒരു പാഠമായിരിക്കട്ടെ. അനുഭവമാണ് ഗുരു. നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണ് നമ്മുടെ ഗുരു കേട്ടോ. അപ്പോൾ ആ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക, ചതിക്കപ്പെടാതിരിക്കുക, മണിയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതലധികം ആരെയും വിശ്വസിക്കാതിരിക്കുക. ഇതാണ് ടാരോ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി. റെസണേറ്റ് ആയിരോ എന്ന് ക്ലെയിം ചെയ്യണേ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.